ജൂൺ മാസമാണ് 20-കാരിയായ ഡിഗ്രി വിദ്യാർത്ഥിനി പരാതിയുമായി പുത്തൂർ വനിതാ പോലീസിനെ സമീപിച്ചത്. പുത്തൂർ നഗരസഭാ കൗൺസിലർ കൂടിയായ ബി.ജെ.പി. നേതാവ് ജഗന്നിവാസ് റാവുവിന്റെ മകൻ കൃഷ്ണ ജെ. റാവു പ്രണയം നടിച്ചു പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നായിരുന്നു പരാതി. കർണാടകയിൽ ബി.ജെ.പിയുടെ പവർ ഹൗസായി അറിയപ്പെടുന്ന സ്ഥലമാണ് പുത്തൂർ. സംഘപരിവാറിന് നല്ല വേരോട്ടമുള്ള മേഖല. ഇവിടെയാണ് പാർട്ടിയുടെ മുഖമായ നേതാവിന്റെ മകനെതിരെ ലൈംഗിക പീഡന പരാതി വന്നത്. ജൂൺ 24-ന് ലഭിച്ച പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സ്കൂൾ പഠനം മുതൽ അതിജീവിതയും കൃഷ്ണ ജെ. റാവുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. കൃഷ്ണ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ടു. പിന്നീട് ജനുവരിയിലും ഇത് ആവർത്തിച്ചു. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിലായിരുന്നു എല്ലാം. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിച്ചു. പെൺകുട്ടിയുടെ അച്ഛൻ കൃഷ്ണ ജെ. റാവുവിന്റെ വീട്ടിലെത്തി സംസാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. കൃഷ്ണയ്ക്ക് 21 വയസ്സ് തികയുമ്പോൾ വിവാഹം നടത്താമെന്ന് ജഗന്നിവാസ് റാവു ഉറപ്പു നൽകി. ജൂൺ 28-ാം തീയതി പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകി. കൃഷ്ണയ്ക്ക് 21 വയസ്സ് തികഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം വിവാഹക്കാര്യം സംസാരിച്ചെങ്കിലും സ്വീകരിക്കാനാവില്ലെന്നായിരുന്നു ജഗന്നിവാസ് റാവുവിന്റെ നിലപാട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദമാണുണ്ടായത്. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയി. ഇതിനിടെ കൃഷ്ണ ഒളിവിൽ പോയതോടെ കടുത്ത പ്രതിഷേധമുയർന്നു. ദിവസങ്ങൾക്ക് ശേഷം കൃഷ്ണയെ അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോകാനും തെളിവുകൾ നശിപ്പിക്കാനും സഹായം ചെയ്ത ജഗന്നിവാസ് റാവുവും അറസ്റ്റിലായി. അറസ്റ്റിലായ കൃഷ്ണ കുറ്റം നിഷേധിച്ചു. കുഞ്ഞ് തന്റേതല്ലെന്നായിരുന്നു നിലപാട്. തുടർന്നാണ് DNA ടെസ്റ്റ് നടത്താൻ കോടതി ഉത്തരവിടുന്നത്. അമ്മ, കുഞ്ഞ്, കൃഷ്ണ എന്നിവരുടെ രക്തസാമ്പിൾ ലാബിലേക്ക് അയച്ചു. പരിശോധനയിൽ കുഞ്ഞിന്റെ അച്ഛൻ കൃഷ്ണ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ജഗന്നിവാസ് റാവും മകനും വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതോടെ പെൺകുട്ടി ഉൾപ്പെട്ട സമുദായത്തിന്റെ സംഘടന വിശ്വകർമ്മ മഹാസഭ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. മകൾക്ക് നീതി തേടി പെൺകുട്ടിയുടെ അമ്മ പുത്തൂരിൽ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. വിവാദം വലിയ നാണക്കേടുണ്ടാക്കിയതോടെ ജഗന്നിവാസ് റാവുവിനെ ബി.ജെ.പി. പുറത്താക്കി. ചർച്ചകൾ വഴിമുട്ടിയതോടെ പെൺകുട്ടിക്കും കുടുംബത്തിനു മുന്നിൽ നിയമവഴി മാത്രമായി ആശ്രയം. എനിക്ക് ഭർത്താവിനെയും കുഞ്ഞിന് അച്ഛനെയും വേണം. ഇപ്പോഴും വിവാഹത്തിന് സമ്മതമാണ്. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. ഇനിയെല്ലാം കോടതി പറയുന്നതുപോലെ. അതിജീവിത പറയുന്നു.